ജന്മാദ്യസ്യേതോന്നയാതിതരതച്ചാർത്തേഷു വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഖ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്രത്തിസർഗോമുഷാ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദിശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയൊരു ഇടവേള വേണ്ടി വന്നു. എന്തായാലും വീണ്ടും നമുക്ക് തുടരാൻ സാധിക്കും എന്ന് കരുതുക. 12-ാമത്തെ അധ്യായം, ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 12-ാമത്തെ അധ്യായമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ദ്വാദശ അധ്യായം ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം ദ്വാദശ അധ്യായ പാരായണമാണ് ഇനി നമുക്ക് നിർവഹിക്കേണ്ടത്. മൈത്രേയ ഉവാച ഇതി തേ വർണ്ണിതക്ഷത്തകാലാഖ്യ പരമാത്മനാ മഹിമാവേദഗർബോധാം യഥാ സാക്ഷി നിബോധമേ സസർജാഗ്രേ അന്തതാമിത്രം മതത്താമിത്രമാദികൾ മഹാമോഹൻ ച മോഹൻ ച തമച്ചാജ്ഞാനവൃത്തയാ തമസ് അജ്ഞാനം നരകം താമിത്രം അന്തതാമിത്രമൊക്കെ നരകങ്ങളാണ്. ഇതൊക്കെ ചീത്ത സൃഷ്ടികളാണ്. അതും ലോകത്തിലുണ്ട്. ബ്രഹ്മാവ് തന്നെയാണ് സൃഷ്ടിച്ചത്. നല്ലതുണ്ടെങ്കിൽ ചീത്തയുണ്ടാവും. ദിട്ട പാപി യസിം സൃഷ്ടിന്ന ആത്മാനം ബഹുമന്യത ഭഗവദ്ധ്യാന പൂതേന മനസാ അന്യാം തദോതജൽ ഒക്കെ ചീത്ത സൃഷ്ടി നടത്തിയപ്പോൾ മനസ്സിന് സങ്കടം വിഷമം ഉണ്ടായി. ഭഗവാനെ ധ്യാനിച്ചു. ഭഗവത് ധ്യാന പൂതേന അതിന് ആ പാപത്തെ ഭഗവാനെ ധ്യാനിച്ചിട്ട് ഇല്ലാണ്ടാക്കി. ആ മാനസിക വിഷമത്തെ അങ്ങനെ അദ്ദേഹം ഇല്ലാതാക്കി എന്ന് പറഞ്ഞിരിക്കുകയാണ്. താൻ ബഭാഷേത്ത് ഭൂപുത്രാം പ്രജാ സുജതപുത്രകാഹ തന്നെ ചൽമൊട്ടധർമാണോ വാസുദേവപരായണ സനകാദികളെ സൃഷ്ടിച്ചു. സനകഞ്ച സനന്ദഞ്ച സനാതനമതാത്മഭൂ സനകുമാരഞ്ച മുനികഞ്ച ക്രിയാനൂർധരേ തഥാ താൻ ബഭാഷേത്ത് ഭൂപുത്രാം പ്രജാ സുജതപുത്രക തന്നെ ചൽമൊട്ടധർമാണോ വാസുദേവപരായണ സ്വവത്യാസുധേരേവം പ്രത്യാഖ്യാതാനുശാസനേ ക്രോധം ദുർവിഷകം ജാതം എന്തും വചക്രമേ. ഞങ്ങൾ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവിന് ദേഷ്യം വന്നു. തിയാ നിറിക്യമാണോ ഭൂർമത്യാ പ്രജാപതേ സദ്യോജായത തന്മന്യു കുമാരോ നീലലോഹിത. ശിവൻ ഉണ്ടായി നീലലോഹിത. രുരോധ കരഞ്ഞതുകൊണ്ട് രുദ്രൻ എന്ന് പേരിട്ടു. സവേ രുരോധ ദേവാനാം പൂർവജോ ഭഗവാൻ ഭവാ നാമാനി കുരുമേതാതാ സ്ഥാനാനി ജഗരോ എനിക്ക് സ്ഥാനവും പേരും തരൂ എന്ന് പറഞ്ഞു. ഇതി തസ്യ വച പാപ്നോ ഭഗവാൻ പരിപാലയൻ അപ്യതാത്മദ്രയാ വാച മാ രോദീത കരോമി ദേയതോ രോദീസുരശ്രേഷ്ഠ സ്വോദ്വേഗ ഇവ ബാലക തതത്വാം അഭിദാസ്യന്തി നാംന രുദ്ര ഇതി പ്രജ. രോദയതി ഇത് രുദ്ര കരഞ്ഞിരിക്കുന്ന ആളാണ് രുദ്രൻ. ഇതിന്ദ്രിയാൻ അതിന് 11 ഭാവങ്ങളുണ്ട്. ഹൃദ് ഇന്ദ്രിയാണ്യസുർ വ്യോമ വായുർ അഗ്നി ജലം മഹി സൂര്യചന്ദ്ര തപച്ചൈവ സ്ഥാനാന്യൻ അഗ്രേ കൃതാനിമേത് സ്ഥാനങ്ങളാണ്. ഹൃത്ത് അതുപോലെ തന്നെ പ്രാണങ്ങൾ, അസു എന്ന് പറഞ്ഞാൽ പ്രാണൻ, വ്യോമം ആകാശം, വായു, ജലം, അഗ്നി മുതലായ സ്ഥാനങ്ങൾ നിശ്ചയിച്ചു. പേരാണ് ഇനി പറയാൻ പോണത്. മന്നുർ മനുർ മഹിനതോ മഹാൻ ശിവഋതധ്വജ മഹാൻ പ്ലസ് ശിവ മഹാൻ ശിവഋതധ്വജ ഉഗ്രരേതാ ഭവക്കാലോ വാമദേവോ ധൃതപ്രദീവൃത്തുചനോ മാചാനിർത്തർപ്പിരിളാംബിക. പത്നിമാർ ഇരാവതി സുധാദീക്ഷ രുദ്രാണ്യോ രുദ്രത്തെ സ്ത്രീയാ ഗൃഹാണേതാനി നാമാനി താനാഞ്ച സയോഷണ ഏവിസ്തുജ പ്രജാ ബുഹ്കി പ്രജാനാമതി യത്പതി ഇത്യാദിഷ്ടസ്യ ഗുരുണ ഭഗവാൻ നീലലോഹിത തത്വാഗതി സ്വഭാവേന സദർജ ആത്മസമാ പ്രജകൾ സൃഷ്ടിച്ചു. രുദ്രന്മാർ ലോകത്തിൽ നിറഞ്ഞു. അപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞു. രുദ്രാണാം രുദ്രസൃഷ്ടാനാം സമന്താ ഗസതാൻ ജഗൽ നിജാമ്യാ സംഖ്യശോ യുധാൻ പ്രജാപിതിരശങ്കത അലം പ്രജാഭി സൃഷ്ടാഭിരീതിശേഭിസ്തുരോത്തമാമയാതഗതഗന്ധീബുദ്ധിത ചക്ഷുപരിൽപ്പണൈ തപാതിഷ്ഠപത്രന്തേ സർവഭൂതസുഖാവഹൻ. തപസ്സാ നല്ലത്. തപസേവ യഥാപൂർവൻ യഥാപൂർവം സൃഷ്ട വിശ്വമിതം ഭവാൻ. തപസൈവ പരം ജ്യോതിർഭഗവന്തമദോക്ഷജം സർവഭൂതഗുഹാവാസമഞ്ജസാ വിന്ദതേ പുമാൻ മൈത്രേയുവാച ഏവം ആത്മഭുവാദിഷ്ടപരിക്രമ ഗിരാം പതിം പാഠമിത്തനുമാമന്ദിര വിവേശ തപസേവനം. കാട്ടിലേക്ക് പോയി. അഥാഭിത്യായത സർഗം ദശപുത്ര പ്രജജ്ഞിരേ ഭഗവാൻ ശക്തിയുക്തസ്യ ലോകസന്ധാനകേതവ മരീചിരത്രി അങ്കിരസോ പുലത്യ പുലഃ കൃതു. പിന്നത്തെ സൃഷ്ടിയെ വർണ്ണിക്കണു. മരീചിരത്രി അങ്കിരസോ പുലസ്ത്യ പുലഃ കൃതു ഭൃഗുർപതിട്ടോ ദക്ഷച്ച ദശമസ്തത്ര നാരദ.
ഉത്സംഗാത് നാരദോ ജജ്ഞ ദക്ഷോം കുട്ടത്തയാ ഭുവ പ്രാണാത്മതിഷ്ഠതഞ്ചാതോ ഭൃഗുത്വചികരാകൃതോ. ഓരോരോ ഭാവങ്ങളിൽ നിന്ന്, ത്വക്കിൽ നിന്ന് ഇത് ഭൃഗു ഉണ്ടായി എന്നൊക്കെ പറയണം, കരത്തിൽ നിന്ന് ക്രതു ഉണ്ടായി, കയ്യിൽ നിന്ന്, പുലഹൻ നാഭിയിൽ നിന്ന്, അങ്ങനെ പുലസ്ത്യ കർണയോ ഋഷി, പുലസ്ത്യ ഋഷി കർണത്തിൽ നിന്നുണ്ടായി. അങ്കിര മുഖതോ അഷ്ണോ ഒരു മരീചർമനതോ ഭവൻ ധർമ്മത്തനാ ദക്ഷിണതോ എത്ര നാരായണ സ്വയം അധർമ്മപ്പെട്ടതോ യത്നാ മൃത്യുലോക ഭയങ്കര. പിൻഭാഗത്ത് നിന്ന് അധർമ്മം ഉണ്ടായി. യതികാമോ പ്രഭക്രതോ ലോപച്ചാതിർദക്ഷതാൽ ആസ്യാത് വാക്സിന്ധവോ, ആസ്യാത് പ്ലസ് വാക്ക്, ആസ്യാത് വാക്സിന്ധവോ ധ്വ എന്നാണ് കൂട്ടക്ഷരം. ആസ്യാത് വാക്ക് സിന്ധവോ, ആസ്യം എന്ന് പറഞ്ഞാൽ മുഖം, മുഖത്തിൽ നിന്ന് വാക്ക്, ആസ്യാത് പ്ലസ് വാക്ക്, അസ്യാത് വാക്ക്, സിന്ധവോ മേട്രാർ നിർദിപ്രായോരകാശയ ഛായായ കർദ്ദമോജജ്ഞേ ദേവഹൂത്യ പതിപ്രഭു മനസോ ദേഹദശ്ചേത യജ്ഞേ വിശ്വകൃതോ ജഗൽ വാചന്തുകതരിത്തന്യോമ്പൂർഹൃതി മനാകാമഞ്ചകമേഷത്തകാമൈദിനസ്വിതം. സരസ്വതി ഉണ്ടായി. തമധർമ്മേ കൃതമതി വിലോക്യ പിതരം തുദാഹ മരീചിമുഖ്യാപനയോ വിശ്രംഭ പ്രത്യബോധയൻ. ആ വാണിയിൽ ബ്രഹ്മാവിന് ആഗ്രഹം ഉണ്ടായി, പാടില്ല എന്ന് ബാക്കിയുള്ളവരൊക്കെ വിലക്കി. നേത പൂർവേ കൃതേന കരിഷ്യന്തി ചാപരെ, ഇതുവരെ ആരും ചെയ്യാത്ത കാര്യമാണ്, ഇനി ആരും ചെയ്യൂല. എത്താം വിതരം വെച്ച് അനുഗ്രഹിക്കാം ഗജം പ്രഭു തേ ജീയത്താമഭി കേതന്ന ശ്ലോക്യം ജഗദ്ഗുരോ യത്പൃത്തവനതിട്ടൻപേ ലോകാക്ഷയമായ കൽപ്പതേ തത്മേ നമോ ഭഗവതേ ഐതൻ സേനരോജിഷ ആത്മത്തമ്പ്യം ചെയ്യാമാസ തധർമ്മം ബാധുമർഹതി സയിത്തം ഗണതപുത്രാം പുരോദിട്ട പ്രജാപതിം പ്രജാപതി പതിർത്തന്നും തത്യാജ പീഡിതത്തതാ താന്തിശോ ജഗൃഘോരാം നീഹാരം യദ്വിദുത്തമാ കഥാചിത്യായതാ തൊട്ടുർവേദ അസൻ ചതുർമുഖാൽ കഥം ത്രക്ഷ്യം മകൻ ലോകാൻ നവസേതാത് യഥാപുരാ സമവേദാൻ യഥാപുരാ ചാതുർഗോത്രം കർമ്മതന്ത്രം ഉപവേദനൈ സഹ ധർമ്മത്യപാത ചത്വാരത്തദേവ ആശ്രമവൃത്തയ ചില ആശ്രമങ്ങൾ, വൃത്തികൾ, സന്യാസങ്ങൾ, അതിനെയൊക്കെയാണ് ഇനി പറയണത്. വിതുര ഉവാച സവേ വിശ്വസജ ഈശോ വേദാന്തീന്മുഖതോർജത്തെ തേനാർജദേവതത്മേർവിഹിതബോധമാ. മൈത്രേയ ഉവാച ഋക്കജുസ്സാമതർവാക്യാൻ 4 വേദങ്ങൾ. നേതപൂർവ വേദാൻ പൂർവാദിപിർ മുഖേ ശാസ്ത്രശസ്ത്രമിച്ച് അവിടെ നീട്ടേണ്ട ശസ്ത്രമാണ്. ശസ്ത്രം ചില ശാസ്ത്രം എന്ന് വെറുതെ തിരുത്ത്, ഈ തിരുത്തൽ വെച്ച് ചിലപ്പോൾ വലിയ അപകടമാണ്. അറിഞ്ഞ് തിരുത്തണം, അല്ലെങ്കിൽ അവിടെ എഴുതിയതാവും ശരി. വിചാരിച്ച് ശാസ്ത്രമല്ലേ വേണ്ടതല്ല. ശസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുധം എന്നുള്ള അർത്ഥമുണ്ട്, അപ്പോൾ ശരി തന്നെയാണ്. ശസ്ത്രമിജ്യാം, ശസ്ത്രം ആയുധം, ശാസ്ത്രമല്ല. ശസ്ത്രമിജ്യാം തുതിത്തോമം പ്രായശ്ചിത്തം യഥാക്രമാൽ. ഈ ഉപവേദങ്ങളാണ് ആയുർവേദം, ധനുർവേദം, ഗാന്ധർവം വേദം ആത്മന, താപത്യം ച അസുജത് വേദം ക്രമാത് പൂർവാദിർമുഖേ ഇതിഹാസപുരാണാനി പഞ്ചമം വേദം ഈശ്വരാ സർവേഭ്യേവ വക്ത്രേഭ്യ സൃജേ സസൃജേ സർവദർശന ഷോഡശുക്തോ പൂർവവക്ത്ര പുരീഷനിഷ്ഠുതാവഥ അവതോര്യാമാതിരാത്രോജ വാജപേയം സഗോസമം. ചില യാഗാദി കർമ്മങ്ങൾ. വിദ്യാദാനം തപസ്യത്തിൻ ധർമ്മസ്യതി പദാനുജ ആസമാംശ യഥാസംഖ്യം ആതിജസ്രകവൃത്തിഭേ സാവിത്തം രാജാപത്യൻ ജാബ്രാഹ്മൻ ജാതവൃഹത്തതാ വാർത്താസഞ്ജാലീന ശിലോഞ്ച ഇതിവയ ഗൃഹേ. സാവിത്രം രാജാപത്യൊക്കെ സൽക്കർമ്മങ്ങൾ. വൈകാനസ ബാലകില്യോതുംബരാപേന ഭാവനേനാസേ കുടി ജഗപൂർവോ ബഹുവദോഹം. സംസ്കൃത സന്യാസാശ്രമങ്ങളുടെ വിവിധ തരങ്ങളാണ്. നാസോ, കുടീചകൻ, ബഹുവദൻ, ഹംസൻ ഒക്കെ നിഷ്ക്രിയന്മാരാണ്. സന്യാസന്മാർ ഇതിൽ അലസന്മാരല്ല, വ്യത്യാസമുണ്ട്. നിഷ്ക്രിയതയും അലസതയും വ്യത്യാസമുണ്ട്. അനീഷികി ത്രയീ വാർത്ത ദണ്ഡനീതിത്തദേവജ ഏവം വ്യാകൃതച്ചാതം പ്രണവോകൃത തസ്യോഷ്ണിനി ഛന്ദസ് വൃത്തങ്ങൾ ഇതൊക്കെ പറയണം. തസ്യോഷ്ണികാത്തിലോമപ്യോ ഗായത്രി ചത്തജോ 24 അക്ഷരമാണ് ഗായത്രി. അങ്ങനെ ഓരോന്ന് പറയാം. തെട്ടുമാത്താത്മതോട്ട് ജഗത്യസ്ത്ര പ്രജാപതേ. ഇവിടെ വായിക്കുമ്പോൾ ജഗത്യസ്ത്ര 3 അക്ഷരമാണ് കൂടിയിരിക്കണം. അസ്ത എന്നല്ല, അസ്തന എന്നല്ല, അസ്തന 3 അക്ഷരം കൂട്ടം. നമുക്ക് ഇതിലൊരു പ്രത്യേകത ചിലപ്പോൾ അങ്ങനെയൊക്കെ വരും. തെട്ട് മാംസ അസ്നുദോ അനുഷ്ടുപ്പ്, അസ്നുദോ അനുഷ്ടുപ്പ് ജഗത്യസ്തന. അസ്ത് പ്ലസ് ന അസ്തന 3 അക്ഷരമുണ്ട്. അസ്തന ത്രിട്ടുപ്പ് മാംസാസ്നുദോ അനുഷ്ടുപ്പ് എന്നാണ്. തതോ അനുഷ്ടുപ്പ് ജഗത്യസ്തന പ്രജാപതേ. മജ്ജായ പങ്ക്തിരുത്പന്ന പ്രഗതി പ്രാണദോ ബൽ പശ്ചത്തസ്യ ഭവജ്ജീവസ്വരോ ദേവ ദേഹ ഉദാകൃത
ഊഷ്മാണമിന്ദ്രിയാണ്യാകുർ അന്തത്താബലമാത്മനാതുരാ തത്വവികാരേണ അവന്തിത്മ പ്രജാപതേ ശബ്ദബ്രഹ്മാത്മനത്യവ്യക്താവ്യക്താത്മന പര ബ്രഹ്മാവപാതിവിടതോ നാനാശക്തി ബഭൃംഗിത തതോ പരാമുപാതായ സദർഗായ മനോരഥേ ഋഷീണാം മുരിവീര്യാണാം അവിസർഗമവിസ്തൃതം ജ്ഞാത്വാ തത്തദേവൂയശ്ചിന്തയാമാസ ഗൗരവ അഹോ അദ്ഭുതമേതന്മേ വ്യാപദസ്യാപി നിത്യദാ ന കേദന്തേ പ്രജാനൂനം ദേവമത്ര വിഘാതകം ഏവം യുക്തകതത്തദേവം ജാവേക്ഷതത്തതാ ഇതൊന്നും അവസാനിപ്പിക്കാൻ വഴിയില്ല. എന്താണ് ഇതെന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്കാണെന്ന് വെച്ചാൽ വിശ്രമിക്കണം, ആ സൃഷ്ടി തടസ്സപ്പെടുത്തരുത് അല്ല മാർഗത്തെക്കുറിച്ച് ചിന്തിച്ചു. കസ്യരൂപം അഭുദ്വേദായക്കായമഭിചക്ഷതേ തൻ്റെ ശരീരത്തെ രണ്ടായി വിഭജിച്ചു. താഭ്യാൻ രൂപവിഭാഗാഭ്യാം മിഥുനം സമവത്യതാം എത്തു തത്ര പുമാൻ തോപൻ മനു സ്വയംഭുവ സ്വരാൾ ഹരപുരുഷൻ സ്വയംഭുവമനു സ്വരാൾ സ്ത്രീയാ ശതരൂപാഖ്യ സ്ത്രീയാണ് ശതരൂപ മഹിഷ്യസ്യ മഹാത്മനാ തദാവിധനധർമ്മേണ പ്രജാഹേവാം ബഭൂവിരേ തചാപി ശതരൂപായാം പഞ്ചാപത്യൻ അജിജനത്ത് പ്രിയവ്രതോത്ഥാനപാദോ തിത്രകന്യാച്ച ഭാരത. പ്രിയവ്രതനും ഉത്ഥാനപാദവും 2 പുരുഷപ്രജകളാണ്, 3 പെൺപ്രജകളാണ്. തിസ്രകന്യാശ്ച ഭാരത. ആരൊക്കെ? ആകൂതിർ ദേവകൂതിച്ച പ്രസൂതി ഇത് വിശ്വത. ആകൂതിൻ്റെ രുചയെ അല്ല, ആകൂജ് രുചിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. കർദ്ദമായതു മധ്യമാം മടുവിലത്തെ കുട്ടി എന്ന് പറഞ്ഞാൽ ദേവഹൂതി കർദ്ദമന് കൊടുത്തു. ദക്ഷായാത പ്രസൂതിയും ദക്ഷിണ പ്രസൂതിയും കൊടുത്തു. ആവൂരിതം ജഗത്. അതുകൊണ്ട് ഈ ലോകം മുഴുവനെ നിറകഴിഞ്ഞത്. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമകം ത്യന്തം പിതായാം തൃതീയസ്കന്ധേ ദശോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി 13ാമത്തെ അധ്യായത്തിലാണ് വരാഹ അവതാരം എന്ന ചരിത്രം പറയാൻ പോകുന്നത്. തുടക്കം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറയണത് എന്നുള്ളത്. ശ്രീശുക ഉവാച നിശമ്യവാചം വദതോ മുനേ പുണ്യതമാം നൃപാഭൂയപ്പപ്രച്ചകൗരവ്യോ വാസുദേവകഥാധൃത. വദത ഉപദേശിക്കുന്ന പറയുന്ന, മുനേ മൈത്രേയ മുനിയുടെ, അരമുനി മൈത്രേയൻ, പുണ്യതമാം വാചം നിശമ്യ കേട്ടാൽ തന്നെ പുണ്യം വർദ്ധിക്കുന്ന വാക്കുകൾ കേട്ടിട്ട്. പുണ്യതമാം വാചം നിശമ്യ. നൃപ രാജാവേ, പരീക്ഷത്തിനോടാണ് പറയണത് സുഖമഹർഷി. വാസുദേവ കഥാധൃത, വാസുദേവ കഥയിൽ ആദരവോടുകൂടിയ പുരുഷൻ പിന്നെയും പപ്രച്ച ചോദിച്ചു. വിതുരൻ വീണ്ടും ചോദിച്ചു എന്നർത്ഥം. നിശമ്യവാചം വദതോ മുനേ പുണ്യതമം നൃപ ഭൂയപ്പപ്രച്ചകൗരവ്യോ വാസുദേവ കഥാധൃത. വിതുര ഉവാച. എന്താണ് ചോദിച്ചത് എന്നാണെങ്കിൽ സവേ സ്വയംഭുവ സമ്രാട്ട്, മ്രാൾ എന്ന് വായിക്കരുത്, സമ്രാട്ട്, പ്രിയപുത്ര സ്വയംഭുവ പ്രതിലഭ്യ പ്രിയാം പത്നിങ്കിഞ്ചകാര തതോ മുനി. സ്വയംഭുവ ബ്രഹ്മാവിൻ്റെ പ്രിയപുത്ര, പ്രേമപാത്രമായിരിക്കുന്ന പുത്രനും, സമ്രാട്ട് ലോകത്തിൻ്റെ ചക്രവർത്തിയുമായ സ്വയംഭുവ മനു, പ്രിയാം പത്നിയും പ്രിയ ഭാര്യയെ ശതരൂപയെ ലഭിച്ചിട്ട് പ്രതിലഭ്യ എന്ത് ചെയ്തു എന്ന് വിതുരൻ ചോദിച്ചു. അത് സുഖമഹർഷി പരീക്ഷത്തിനോട് പറയുകയാണ്. മുമ്പ് പറഞ്ഞ കാര്യം ഇപ്പോൾ വീണ്ടും പുനരാഖ്യാനം ചെയ്യണം. സഭേ സായം ദുഭസമ്രാട് പ്രിയപുത്ര സ്വയംഭുവ ബ്രഹ്മാവിൻ്റെ പുത്രനായിരിക്കുന്ന സമ്രാട്ടായ സ്വയംഭുവൻ പ്രതിലഭ്യ പ്രിയാം പത്നിയെ ലഭിച്ചിട്ട് എന്ത് ചെയ്തു? കിഞ്ചകാര തതോ മുനെ ചരിതന്തസ്യ രാജശ്രേരാജിരാജസ്യ സത്തമാ ബ്രൂഹിമേ സത്തദാനായ ശക്തേനാശ്രയോകസോ സത്തമാ. ആദിരാജസ്യ രാജശ്രേ തസ്യ ചരിതം. ആദി രാജാവായ രാജശ്രീയുടെ കഥ, തസ്യ ചരിതം ശ്രദ്ധദാനായ മേ ബ്രൂഹി. ശ്രദ്ധയോട് കൂടിയിരിക്കുന്നതിനോട് പറയണേ. ഞാൻ വെറുതെ ഇങ്ങനെ നേരം പോക്കിന് കേൾക്കില്ല, പകുതി കേട്ട് പകുതി കേൾക്കാണ്ട് അങ്ങനെ കേൾക്കില്ല. ശ്രദ്ധയോട് കൂടിയാണ് കേൾക്കുന്നത്. അതുകൊണ്ട് എനിക്കത് പറഞ്ഞു തരണം. ശ്രദ്ധദാനായ മേ ബ്രൂഹി. എനിക്ക് അത്ര താല്പര്യമുണ്ട്. അപ്പുറത്തേക്ക് എന്താ പറയണം, അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ പറയണം, അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ പറയണം, ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അസോ വിശ്വക്സേനാശ്രയ, ഈശ്വരനെ ആശ്രയിക്കുന്നവനല്ലേ
ഈ സ്വയംഭൂമനു. ഈശ്വരനെ ആശ്രയിച്ചവർക്കൊക്കെ മഹത്വം ഉണ്ടാവും. എന്താ അവരുടെ മഹത്വം? ഈശ്വരനെ ആശ്രയിച്ചത് തന്നെ. വേറെ എന്താ മഹത്വം വേണ്ട? ആ മഹത്വം കാണാനാണ് മറ്റുള്ളവർക്ക് പഠിക്കേണ്ടത്. പലരും ചോദിക്കുന്ന ചോദ്യം, ഇയാൾ ഇത്രയൊക്കെ ഈശ്വരനെ ഭരിച്ചിട്ട് ഇപ്പം എന്തേ നേടി, എന്താ നേടാനുള്ളത്? സ്വത്തോ സ്വർണോ? കഷ്ടം. അങ്ങനെ ചിന്തിക്കുന്നവരേ കഷ്ടം എന്നേ പറയുള്ളൂ. കാരണം അതൊക്കെ ഇന്നുണ്ടായിട്ട് നാളില്ലാണ്ടാവണതല്ലേ. ഇപ്പം ഇതെന്ത് നേടി? ഈശ്വരനുള്ള വിശ്വാസം തന്നെ. അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഭാഗവതം കൊണ്ട് ആകെ പഠിക്കേണ്ടത് എന്താ ചോദിച്ചാൽ ഞാനതാ പറയുക. ആ ഈശ്വരനിലുള്ള വിശ്വാസമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതിനുള്ള ഭജനമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അത് തന്നെയാണ് സർവം. ഇനി അത് കിട്ടിയില്ല അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ ഇന്നുണ്ടായിട്ട് നാളില്ലാണ്ടാവണതാണ്. പക്ഷേ ഈ സംഗതി ഒരിക്കലും നമ്മളിൽ നിന്ന് പോലെ മരിച്ചാലും നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ സൽക്കർമ്മങ്ങൾ. അതുകൊണ്ട് വിശ്വക്സേനാശ്രയനായിരിക്കുന്ന ഭഗവാനെ ആശ്രയിച്ച മനുവിൻ്റെ കഥ എനിക്ക് കേൾക്കണം. അതന്നെയാണ് മഹത്വം. ശുതർച്ചമത്യാനന്നഞ്ചസാസൂരിവിരീഡിതോർത്ഥാം എത്തത് ഗുണാനുശ്രവണം മുകുന്ദ പാദാരവിന്ദം ഹൃദയേഷു യേഷാം. എന്താ അറിയുക, ഭാഗവതത്തിൻ്റെ ആ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്ക് ചില ദിവസം മടി തോന്നാറുണ്ട്. സത്യം പറയാട്ടോ. ഇപ്പം അതൊക്കെ പറയണ്ടേ. തുടങ്ങിയ എവിടുന്ന നിശ്ചല ആ മടിയൊക്കെ കണ്ട് പോയിട്ട് അങ്ങോട്ട് ഉത്സാഹം തന്നെ വരികയാണ്. അതിനെ ഇവിടെ പറഞ്ഞത്. പക്ഷേ ഉത്സാഹം തുടക്കത്തിലേ ഉള്ളൂ മടി, പിന്നൊക്കെ അതിന് പോവുകയാണ്. കാരണം ഭഗവാനല്ലേ എല്ലാം ഇല്ലാണ്ടാക്കണം. ഉണ്ടാക്കണതൊക്കെ ഭഗവാൻ തന്നെ. യേഷാം ഹൃദയേഷു, ഏതൊരാളുടെ ഹൃദയങ്ങളിൽ ആണ് വീണ്ടും പറഞ്ഞത്. മുകുന്ദപാദാരവിന്ദം, ഭഗവത് പാദാരവിന്ദമാകുന്ന സമ്പത്ത് തന്നെ ഞാൻ പറയട്ടെ. അതൊക്കെ ഭൗതിക സമ്പത്താണ്. ഭഗവത് പാദാരവിന്ദമാകുന്ന വിലമതിക്കാൻ കഴിയാത്ത സമ്പത്ത് സ്ഥിതി ചെയ്യുന്നുവോ? തത് ഗുണാനുശ്രവണം, അവരുടെ ഗുണങ്ങളെ കേൾക്കുക എന്നത്. യത് യാതൊന്നോ തത് അത്. പുംസാം പുമാന്മാരുടെ സുചിരശ്രമസ്യ ബഹുകാലം പരിശ്രമിച്ച ശ്രുതസ്യ അധ്യയനത്തിൻ്റെ ഫലമാണെന്ന് മനസ്സിലാക്കാൻ പറയുകയാണ്. നമുക്കിപ്പോൾ ഈശ്വര കഥ അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം കേൾക്കണം എന്ന് തോന്നിയാൽ തന്നെ അത് വളരെ കാലം ഭക്തോത്തമനായ സ്വയംഭൂവിൻ്റെ ചരിതം ഇവിടെ കേൾക്കാനുള്ള താല്പര്യം എനിക്കുണ്ടെന്നാണ് കാര്യം. അപ്പോൾ സുഖസാധകമായിട്ടുള്ള പരമഫലമാണ് ഭഗവാന്റെ പാദാരവിന്ദത്തെ ഹൃദയത്തിൽ ധ്യാനിക്കുക എന്നത്. എന്നിട്ട് ഭഗവാന്റെ കഥകൾ കേൾക്കുക എന്ന് പറയുമ്പോൾ അത് എത്രയോ കാലം നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. കേൾക്കണം എന്ന് തോന്നുക, മറ്റുള്ളവരെ കേൾപ്പിക്കണം, 4 അക്ഷരം ഭാഗവതം പഠിക്കണം എന്ന് തോന്നിയാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? നമ്മൾ ചിലപ്പോൾ പറയും ഇതൊക്കെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്, അബദ്ധം, ഇതൊക്കെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു അബദ്ധമാണത്. അല്ല, നന്നായി. ഓരോ ദിവസവും അങ്ങനെ ചിന്തിക്കണം. കാരണം അനവധി വർഷങ്ങളുടെ നമ്മളറിയാതെ മുൻജന്മത്തെ തപസ്സുകൊണ്ടാത്രേ ഭാഗവതാദി ശാസ്ത്രങ്ങൾ കേൾക്കണം പഠിക്കണം എന്ന് തോന്നണത്. അപ്പം അത് വിഡ്ഢിത്തായി എന്ന് പറഞ്ഞാലോ? പണ്ട് ഏതോ ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ട്, പുരുഷ സൂക്തം വളരെയധികം ചൊല്ലി നെയ്യ് സേവിച്ചതുകൊണ്ട് ബുദ്ധി അബദ്ധത്തിലായി എന്ന്. ആരാണെന്ന് ഞാൻ പറയണില്ല കേട്ടോ, അവർ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തിനാണ് ഈ നല്ല കാര്യങ്ങളൊക്കെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നണത്? അതൊരു അശുഭമാണ്, അതല്ല പറയേണ്ടത്. നന്നായില്ലോട്ടോ ഏതായാലും ഇതിനൊക്കെ തോന്നിയതേ. അവിടെ പറയണത് ശ്രുതസ്യ അർത്ഥ, എത്രയോ കാലത്തെ തൽക്കർമ്മങ്ങളുടെ ഫലമാണ്. ഇതൊക്കെ വേണമെന്ന് തോന്നുമ്പോൾ തോന്നില്ല, ഇതിൻ്റെ അടുത്തേക്ക് എത്തില്ല. നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? എത്തില്ല. ഉരുള ഉരുട്ടി കൊടുത്താൽ തട്ടിക്കളയും. അതൊക്കെ എത്രയോ നമ്മൾ കാണുന്നതാണ്. അവിടെ സൂര്യഭി ഈഡിത, വിദ്വാൻമാരാൽ സ്തുതിക്കപ്പെട്ടിരിക്കുന്നു. ആരാ സ്തുതിക്കുക? ഒന്നിനും കൊള്ളാത്തവരല്ല. വിദ്വാൻമാരും പണ്ഡിതന്മാരും പ്രപഞ്ചത്തിൻ്റെ നശ്വരതയെ പഠിച്ചവരും, എന്താണ് നശ്വരമല്ലാത്തത് എന്ന് മനസ്സിലാക്കിയ വിദ്വാൻമാർ, അവരാണ് വിദ്വാൻമാർ. അല്ലെങ്കിൽ MA MTech BTech ഓരോ
ഡിഗ്രി കൂട്ടിയതല്ല കേട്ടോ ഇവിടെ പാണ്ഡിത്യം. വിദ്വാൻ എന്ന് പറഞ്ഞാൽ കുറേ പുസ്തകം വായിച്ചു, അതും കാര്യമൊന്നുമില്ല. പുസ്തകജ്ഞാനമല്ല, അനുഭവജ്ഞാനം. അവരാണ് ഇവിടെ വിദ്വാൻമാർ. ആ വിദ്വാൻമാർ പറഞ്ഞിരിക്കുന്നു ഭഗവാന്റെ കഥകൾ. ശുദ്ധസ്യ പുംസാം സുചിരശ്രമസ്യ, വളരെ പരിശ്രമം കൊണ്ടേ ഇതിനെപ്പറ്റി അറിയണം എന്ന് തോന്നുള്ളൂ. അതിനെപ്പം പുച്ഛമായിട്ട് തള്ളരുത്, വേണ്ടിയിരുന്നില്ല എന്ന് പറയരുത്, നന്നായി എന്ന് പറയണം. നന്വഞ്ചസ സൂര്യപിരീഡിതോ അർത്ഥ. വിദ്വാൻമാർ സദാ പറയാൻ ഇഷ്ടപ്പെടുന്ന വിഷയമാണത്. എത്തത് ഗുണാനുശ്രവണം മുകുന്ദപാദാരവിന്ദം ഹൃദയേഷു യേഷാം. ഭഗവത് പാദാരവിന്ദങ്ങളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് സമയം ഇങ്ങനെ കളയുക എന്ന് പറഞ്ഞാണ്ടല്ലോ, ആ സമയം കളയലല്ല, ശരിക്കും നേടല. കളയുക എന്ന് പറയരുത്. അങ്ങനെ സമയം ചെലവിട്ടാൽ, അങ്ങനെ സമയത്തെ നയിച്ചാൽ അത് ഏറ്റവും വിലപ്പെട്ട സമയമാണ്, നന്നായി ഉപയോഗിക്കപ്പെട്ട സമയമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. യാതൊരു സംശയവും വേണ്ട. ശ്രീശുഗൗവാച ഇതി ബ്രുവാണം വിദുരം വിനീതം സഹസ്രശീഷ്ണച്ചരണോപദാനം പ്രഹിഷ്ടരോമാ ഭഗവത്കഥായാം പ്രണീയമാനോ മുനിരഭ്യചഷ്ട. പറയണം, ഭഗവത് കഥായാം പ്രണീയമാന. ഭഗവത് കഥയിൽ പ്രവർത്തിക്കപ്പെടുന്നവനും, വായിക്കുക, പറയുക, പറഞ്ഞു കൊടുക്കുക, ചിന്തിക്കുക ഒക്കെ അതിലുള്ള പ്രവർത്തനമാണ്. ചിന്തിക്കലും അതെ കേട്ടോ, മനനമാണ് ചിന്ത എന്ന് പറഞ്ഞാൽ. രോമാഞ്ചത്തോട് കൂടിയിട്ടേ നമുക്ക് വല്ലാത്തൊരു സന്തോഷം വരാനുണ്ട് അല്ലേ. ചിലപ്പോൾ ഒക്കെ ഈശ്വരൻ്റെ ആ മാഹാത്മ്യമൊക്കെ മനസ്സിലും കൊണ്ട് ആലോചിക്കുമ്പോഴേ ഒക്കെ ഭക്തിയുടെ ലക്ഷണമാണ്. ഈശ്വരാനുഗ്രഹമുള്ളവർക്ക് ഒക്കെ അനുഭവിക്കാൻ പറ്റും. അതാണ് അനുഭവം, രോമാഞ്ചം ഉണ്ടാവുക. മുനി മഹർഷി മൈത്രേയ മുനി ഇതി ബ്രുവാണം, ഇപ്രകാരം പറയുന്നവനും വിനയമുള്ളവനും വിനീതം ആയ ഭഗവാന്റെ പാദങ്ങളുടെ സമ്പർക്കം സിദ്ധിച്ചവനുമായ വിതുരനോട് പറഞ്ഞു. വിതുരനും ചില്ലറക്കാരനല്ല. ചില കഥയിൽ ഇത്ര താല്പര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ. അപ്പോൾ അതെങ്ങനെ കിട്ടി? സഹസ്രശീഷ്ണച്ചരണോപദാനം. സഹസ്രശീഷ്ണ ഭഗവാൻ, 1000 ശിരസ്സുള്ളതർത്ഥം. ആ പാദപത്മത്തിൽ ഭക്തിയുള്ളതായിട്ടുള്ള വിതുരനോട് കേൾക്കണം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കണം എന്നാണ്. രോമാഞ്ചത്തോടു കൂടിയിട്ട് ഭഗവത് മാഹാത്മ്യം വർണ്ണിക്കാൻ തുടങ്ങി. മൈത്രേയ ഉവാച യഥാ സ്വയംഭുവനുവിൻ്റെ ചരിത്രം വർണ്ണിക്കുകയാണ്. യഥാ സ്വഭാര്യാ സാകം ജാതസ്വയംഭുവോ മനു പ്രാഞ്ജലിപ്രണതശ്ചേദം വേദഗർഭമഭാഷത. വേദഗർഭം ബ്രഹ്മാവിനോട് ഇതാണ്. യഥാ സ്വഭാര്യാ സാകം, തൻ്റെ ഭാര്യയോടുകൂടി സ്വയംഭുവ മനു, സ്വയം യഥാജാത എപ്പോൾ ജനിച്ചുവോ, ബ്രഹ്മാവിൽ നിന്ന് സ്വയംഭൂമനു ജനിച്ചു, പത്നിയായിട്ടുള്ള സ്വസ്വരൂപാദേവി ലഭിച്ചു. എന്നിട്ടോ ആ സമയത്ത് തഥാ എപ്പോൾ ലഭിച്ചുവോ ആ സമയത്ത്, യഥാജാത തഥാ എപ്പോൾ ജനിച്ചുവോ അപ്പോൾ, പ്രാഞ്ജലി പ്രണത 2 കൈയും കൂപ്പി നമസ്കരിച്ചിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു. യഥാ സ്വഭാര്യാ സാകം ജാതസ്വയംഭോ മനു പ്രാഞ്ജലി പ്രണതശ്ചേദം ഇതം പ്രാഞ്ജലി അഭാഷത. പ്രകാരം കൈകൂപ്പി പറഞ്ഞു. പ്രാഞ്ജലി പ്രണത ഇതം വേദഗർഭം അഭാഷത. ബ്രഹ്മാവിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ത്വമേക സർവഭൂതാനാം ജന്മകൃത് വിത്തത പിതാ തഥാപി അഥാപി ന പ്രജാനാന്തേ ശുശ്രൂഷാകേന വാ ഭവേൻ. ഇതാണ് പറഞ്ഞത്. സർവഭൂതാനാം ജന്മകൃത്, എല്ലാ ഭൂതങ്ങളുടെയും ജന്മം നൽകുന്നവൻ. ജന്മകൃത് ജന്മം നൽകുന്നവൻ. വിത്തത ധനം കൊടുക്കുന്നവൻ. കൊടുക്കുന്നവനാണ്. വിത്തതൻ പ്രദക്ഷിണം. ഐശ്വര്യം ദാനം ചെയ്യുന്നത്. പ്രദക്ഷിണത്തിൻ്റെ ദായത്വം ദാനം ചെയ്യുക. വിത്തത ദാനം ചെയ്യുന്നവനും. പിതാവും. ത്വമേക ഇന്ദിരോടി ഒരുവനാണ്. എല്ലാവർക്കും ധനം നൽകുന്നവനും ജന്മത്തെ കൊടുക്കുന്നവനും പിതാവും.
ത്വമേക സർവഭൂതാനാം ജന്മകൃത് വിത്തദാ പിതാ. മൂന്നെണ്ണാണ് പറഞ്ഞത്. ജന്മത്തെ നൽകുന്നവനും ധനം നൽകുന്നവനും അച്ഛനുമാണ്. അഥാപിന പ്രജാനാന്തേ ശുശ്രൂഷ കേന വാ ഭവേത്. പിന്നെ പറയാണ്, അങ്ങനെ ആയിരിക്കെ അച്ഛനാണ്, വിത്തം കൊടുക്കുന്നവനാണ്. കേനവാ ഭവേത്, ഏത് പ്രവൃത്തി കൊണ്ട് സാധിക്കുമോ തത് വിദേഹി, അതിനെ ഏർപ്പെടുത്തണം. പ്രജകളായ ഞങ്ങൾ, അതായത് കുട്ടികൾ, പ്രജ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം കുട്ടികൾ, മക്കൾ, പുത്രന്മാർ എന്നാണ്. പ്രജ എന്നുള്ള വാക്കിന് അങ്ങനെ അർത്ഥമുണ്ട്. അതുകൊണ്ട് രാജാവ്, പ്രജ എന്നുള്ള അർത്ഥം മാത്രമല്ല ഉള്ളൂ. അപ്പോൾ ആ ഞങ്ങൾ എന്താണ് അങ്ങേക്ക് ചെയ്യേണ്ടത്, എപ്പോഴും ഈ മക്കളുടെ ഒരു കടമയാണ്, എന്താ വേണ്ടത് എന്ന് അച്ഛനോട് ചോദിക്കണം എന്നാണ്. എന്താ അച്ഛാ ഞങ്ങൾ വേണ്ടത്? അപ്പം അത് പറഞ്ഞു തരൂ. അച്ഛൻ പറയണ പോലെ ഞങ്ങൾ ചെയ്തോളാം. അഥാപി ന എന്ന് പറഞ്ഞാൽ ഞങ്ങളോട്, നാ വിസർഗം ഞങ്ങളോട്, നെഗറ്റീവല്ല. വിസർഗം ഇല്ലെങ്കിൽ ഇല്ല എന്നർത്ഥം വരിക. അഥാപിന പ്രജാനാന്തേ ശുശ്രൂഷ കേന വാ ഭവേൻ, ഞങ്ങളാ കുട്ടികൾ എന്താണ് പുത്രന്മാർ അങ്ങേക്ക് ചെയ്യേണ്ടത്. തത് വിദേഹി നമത്വം കർമ്മസു ഈട്യ ആത്മശക്തിഷു യകൃത്യേക യശോ വിശ്വഗ് അമുത്ര ച ഭവേത് ഗതി. മുത്ര, മൂത്ര എന്നൊന്നും വായിക്കരുത് കേട്ടോ. ഗ പ്ലസ് അമുത്ര, അമുത്ര, വിശ്വഗമുത്ര. ആത്മശക്തിഷു, ഞങ്ങളുടെ ശക്തിക്ക് അനുസരിച്ച്. ഇവിടെ ആത്മാ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എന്നാണ്. കർമ്മസു, കർമ്മങ്ങളിൽ. യകൃത്വ, ഏതൊന്ന് ചെയ്തിട്ട്. ഇഹ വിശ്വക്, ഈ ലോകത്തിലെങ്ങും. വിശ്വം ലോകം, വിശ്വക്. യശ, കീർത്തിയും. അമുത്ര, പരലോകത്തിൽ. അമുത്ര എന്ന് പറഞ്ഞാൽ പരലോകത്തിൽ. ഈട്യ, ഉത്കൃഷ്ടമായ ഗതി, അഭ്യുദയവും. ഭവേത്, ഭവിക്കുമോ അത് കൽപ്പിക്കണമേ. ഈ ലോകത്തിലും അടുത്ത ലോകത്തിലും യശസ് ലഭിക്കുന്ന കർമ്മങ്ങൾ ഏതാണ് ഞങ്ങൾ ചെയ്യേണ്ടത്, ഗതി ഏതിൽ നിന്ന് കിട്ടും, ആ കർമ്മം ഞങ്ങളോട് പറയണമേ. തദ്വിദേഹി, അത് ഞങ്ങളോട് പറഞ്ഞാലും കൽപ്പിക്കണം. നമസ്തുഭ്യം, അങ്ങേക്ക് നമസ്കാരം. കർമ്മസു ഈഡ്യാത്മശക്തിഷു, കർമ്മസു കർമ്മത്തിൽ. ഈഡ്യ, ഉത്കൃഷ്ടനായവനെ, സ്തുതിക്കാൻ യോഗ്യത ഉള്ളവനെ. കർമ്മങ്ങളിൽ വ്യാപരിക്കേണ്ടത്, എങ്ങനത്തെ കർമ്മത്തിലാണ് ഞങ്ങൾ വ്യാപരിക്കേണ്ടത്. കൃത്യേക, ആ കൃത്യങ്ങൾ എങ്ങനെയാണ് പ്രത്യേകത. ഈ ലോകത്തിലും വിശ്വക്, അമുത്ര, പരലോകത്തിലും. കീർത്തി ഏതുകൊണ്ട് കിട്ടും, ആ കർമ്മം ഏതാണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് അങ്ങ് പറഞ്ഞു തരണം. തദ്വിദേഹി തമർത്തപ്യം കർമ്മസു ഈഡ്യാണ് സംബോധന. കർമ്മസു ഈഡ്യ ആത്മശക്തിഷു, കർമ്മസു ഈഡ്യ ആത്മശക്തിഷു. കർമ്മസു പ്ലസ് ഈഡ്യ എന്ന് വിളിക്കുക, പ്ലസ് ആത്മശക്തിഷു. കർമ്മസു ഈഡ്യ ആത്മശക്തിഷു, കർമ്മസു ഈഡ്യ ആത്മശക്തിഷു. കൃത്യേക യശോ വിശ്വകമുത്തച്ച ഭവേത് ഗതി. ബ്രഹ്മോവാച, ബ്രഹ്മാവ് മറുപടി പറഞ്ഞു. പ്രീതസ്തുഭ്യം അഹം താതസ്തുതി താത്വാം ജഗതി ക്ഷിതീശ്വര നിർവ്യളീകേന ഹൃദാ ശാദിമേത്യാത്മനാർപ്പിതം. നിർവ്യളീകേന, കപടമില്ലാത്തതായ, ഹൃദാ, ഹൃദയത്തോടുകൂടെ, മാ, എന്നെ ശാസിച്ചാലും, എന്ന് ആത്മനാ, ആത്മാവിനാൽ സമർപ്പിക്കപ്പെട്ടില്ലേ, അർപ്പിതം, അത് വളരെ നന്നായി. മക്കളങ്ങനെയാണ് വേണ്ടത്. എന്താണ് അച്ഛൻ പറയുന്നത് അത് ചെയ്യുക. രാമനൊക്കെ അതാണല്ലോ ചെയ്തത്. ഇപ്പം ക്ഷിതീശ്വര, ഇപ്പം ഇവിടെ സാർവഭൗമന എന്ന് സ്വയംഭവനു ഭൂമിയുടെ അധിപനായതുകൊണ്ട് ക്ഷിതീശ്വരാന് സംബോധന. അപ്പം ഞാൻ അച്ഛനാണ്. അപ്പം അച്ഛനോട് ആയ എന്നോട് എന്താണ് ചെയ്യേണ്ടത് എന്ന് വിനയത്തോടുകൂടി ചോദിച്ചില്ലേ, അത് വളരെ നന്നായി. ആത്മനാ അർപ്പിതാം യത് വാം സ്വസ്തി, അത് നിങ്ങൾക്ക് നന്മ ചെയ്യും. ആ ചോദ്യം എന്നർത്ഥം, ആ മനോഭാവം. സ്വസ്തി സ്ഥാത്, മംഗളം ഭവിക്കട്ടെ. സ്വസ്തി മംഗളം, അത് നന്നായി. ഞാൻ നിൻ്റെ നേരെ സന്തോഷിച്ചിരിക്കുന്നു. അഹം പ്രീത,
അങ്ങനെയാണ് മക്കൾ വേണ്ടത്. പ്രീതസ്തുഭ്യമഹം താത സ്വസ്തിത്താത്മാൻഷിതീശ്വര എന്നിർവ്യളീകേന, മനസ്സിൽ കാപട്യമില്ലാതെ എന്താ വേണ്ടത് എന്ന് ചോദിച്ചല്ലോ അച്ഛനായ എന്നോട്. എനിക്ക് സന്തോഷമായി. ഒരാളുടെ അനുഗ്രഹം ഉണ്ടല്ലോ, സന്തോഷമായി, നന്നായി വാ എന്ന് പറഞ്ഞാൽ ആ ഒരു തരംഗവും നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ആ തരംഗവും രണ്ടും നമ്മളെ തട്ടും എന്നാണ്. അതുകൊണ്ട് എപ്പോഴും ഒരാളുടെ അനുഗ്രഹം മേടിക്കുക, അത് നമുക്ക് ഉത്സാഹം ഉണ്ടാവണം എന്നാണ്. ഒരു വലിയ കാര്യമാണ്, അതൊരു പ്ലസ്സാണ്, നമ്മുടെ അസറ്റിൽ കൂടെ ഒരു പ്ലസ്സാണ് ഒരാളുടെ അനുഗ്രഹം. ഒരാളുടെ മനസ്താപം മൈനസ്സാണ്. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്തായാലും ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ തുടങ്ങുകയാണ് ബ്രഹ്മാവ്. അടുത്തത് വരാഹവത അടുത്ത ദിവസമാണ്. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാത് കരോതി യത്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.